ഇത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആലുവയിലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ട്രാഫിക് ജാം അല്ലെങ്കിൽ ഗതാഗത കുരുക്ക്, ഈ ഒരു ഇത് അനുഭവിക്കാത്തതായിട്ട് സിറ്റിയിലോ അല്ലെങ്കിൽ ടൗണുകളിലോ ഉള്ളവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ 15 മുതൽ 20 കൊല്ലമായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഗതികേട് അത് ആലുവക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ആലുവയിലെ നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം, ആ മാർത്താണ്ഡവർമ്മ പാലം എന്ന് പറയുമ്പോൾ അങ്കമാലി സൈഡിൽ നിന്ന് എറണാകുളം സൈഡിലേക്ക് പോകുന്നവരും, അതേപോലെ തന്നെ ആലുവ സൈഡിൽ നിന്ന് അങ്കമാലി സൈഡിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണത്. അതിലേക്ക് വന്നു കയറുന്ന ഹൈവേ, ആ ഹൈവേയുടെ ആ ഭാഗത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത്. കാരണം നിരവധി ആവശ്യങ്ങൾക്ക് പോകുന്ന യാത്രക്കാർ, അതിൽ ഏറ്റവും പ്രധാനം എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നമ്മൾ പറഞ്ഞ പ്രസ്തുത ആ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഫേസ് ചെയ്യുന്ന ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഉണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആലുവ നഗരത്തിനെയും ബാധിക്കുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് അത് നീണ്ട് ആലുവ ടൗണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് വന്നെത്തിച്ചേരുന്ന വാഹനങ്ങൾക്കും ഈ ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ ഒരു വളരെ സുപ്രധാനമായൊരു വിഷയം അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഗതാഗത കുരുക്കിനെ നമ്മൾ വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ആ ഒരു പാലം എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് 2 വരിയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയുടെ ഫ്ലൈ ഓവർ പുളിഞ്ചോട് സിഗ്നൽ കഴിഞ്ഞ് ആരംഭിച്ച് അത് വന്ന് അവസാനിക്കുന്നു എന്ന് പറയുന്നത് ആലുവ ബൈപ്പാസ് സിഗ്നലിന് മുന്നെയാണ്. അതായത് ഈ പാലത്തിന് ഒരു 20 മീറ്റർ മുന്നേ. ഇതിന് കൂടാതെ നമ്മൾ ആലുവ നഗരത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഫ്ലൈ ഓവറിന് അടിയിൽ കൂടി വന്ന് സർവീസ് റോഡ് വഴി കയറി ആ 2 വഴി വന്ന് ഈ പറഞ്ഞ സിഗ്നലിനോട് തൊട്ട് മുന്നേ തന്നെ വീണ്ടും വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹൈവേയിലുള്ള ആ 2 വരിയും ഈ സർവീസ് റോഡിലുള്ള 2 വരിയും കൂടി വന്ന് ഒരു കുപ്പിക്കഴുത്ത് പോലെ ആ മാർത്താണ്ഡവർമ്മ പാലത്തിലേക്ക് കടക്കുകയാണ്. അവിടെ പ്രത്യേകിച്ചൊരു നിയന്ത്രണ സംവിധാനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ആരാണോ കയ്യൂക്കുള്ളത് അയാൾക്ക് കയറി പോകാം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം, 4-5 വരി വന്ന് 2 വരിയിലേക്ക് കയറുമ്പം സ്വാഭാവികമായി രൂപപ്പെടുന്ന ഗതാഗത കുരുക്ക്, പ്രത്യേകിച്ച് വെള്ളി ശനി ദിവസങ്ങളുടെ ഒരു ഏകദേശം ഒരു 4 മണിക്ക് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ വരെ നീളുന്ന ഒരു ഗതാഗത കുരുക്കാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അതിൽ പെടുന്ന ആംബുലൻസുകൾ, അതേപോലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പോകുന്നവർ, എയർപോർട്ടിലേക്ക് പോകുന്നവർ, ഇവർ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കാര്യം നടക്കാണ്ട് തന്നെ വരും. ഇത്തരത്തിലുള്ളൊരു വളരെ ഒരു എന്താ പറയുക ബേണിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇത്. കഴിഞ്ഞ ഏകദേശം ഒരു 15 കൊല്ലം അല്ലെങ്കിൽ ഒരു 15 മുതൽ 20 കൊല്ലമായിട്ട് ആലുവ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഈ 15-20 കൊല്ലമായിട്ട് ഉള്ള ഒരു പ്രോബ്ലം. അങ്ങനെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വകുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ മാത്രം കൈകടത്തി ചെയ്യുന്ന എന്നുള്ളതല്ല ശരിക്കും. കാരണം ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം വേണം. ആ രാഷ്ട്രീയപരമായിട്ട് ഇച്ഛാശക്തിയോടുകൂടിയുള്ള തീരുമാനത്തെ പിൻപറ്റി നമ്മളുടെ ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ തലത്തിൽ അതിനനുസരിച്ചുള്ളൊരു തീരുമാനം വരണം. അതനുസരിച്ചുള്ള നിർവഹണ ഒരു ക്രമം അതും നടന്നാൽ മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ആലുവയിൽ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികളായിട്ടുള്ളവർ, ആലുവയിൽ നിന്ന് വരുന്നവർ, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊരു രാഷ്ട്രീയപരമായിട്ട് മാത്രം ചിന്തിക്കുന്നതിനപ്പുറം ഒരു പൊതുജനാവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് കൃത്യമായൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് വ്യക്തമായൊരു ഉദാഹരണം, അങ്ങനെ പരിഹരിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ പ്രത്യേകിച്ച് ആലുവക്കാരുടെ മുമ്പിലുണ്ട്. അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയും ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിർവഹണത്തിൻ്റെ കാര്യവും ഇതെല്ലാത്തിനും ഉള്ളൊരു കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടും. എങ്ങനെ ചെയ്താൽ ഒരു പരിഹാരം, പൊതുജനം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഉദാഹരണം നമ്മൾ ആലുവക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു 10-20 കൊല്ലത്തിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഒരു 90കളുടെ അവസാനമൊക്കെ നമുക്ക് ആലുവയിൽ നിന്ന് എറണാകുളത്ത് പോകുക എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു.
അന്ന് നമ്മളുടെ പൊതുജനം ഇതേപോലെ കൊച്ചി മെട്രോ റെയിൽ വേണം ഡൽഹി മാതൃകയിൽ എന്നൊക്കെ പറഞ്ഞൊരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരികയും പിന്നീട് ആ ജനങ്ങളുടെ, അതായത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ അതൊരു വളരെ ഇതായിട്ടുള്ളൊരു ആവശ്യമാണ്, പ്രധാനമായ ഒരു ആവശ്യമാണെന്ന് കണ്ട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഉണ്ട്, അത് നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ പ്രൊജക്റ്റിലേക്ക് വരണമെന്നും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡൽഹി മെട്രോയുടെ ഒരു സാന്നിധ്യം ഇവിടെ വേണമെന്നും അതോടുകൂടി പ്രൊജക്റ്റ് വേണമെന്നും ഒക്കെ പറയും. ആ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വിജയകരമായ കൊച്ചി മെട്രോ വന്നത്. ഇതേപോലെ ഒരു ഇച്ഛാശക്തി ഈ ഒരു വിഷയത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും. ഇപ്പം നമുക്കറിയാം ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എലിവേറ്റഡ് ഹൈവേ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സമാന്തര പാലം വന്നിട്ട് അതിനനുസരിച്ച് മറ്റ് റോഡുകൾ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സമാന്തരമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പാലങ്ങൾ വരിക, അതനുസരിച്ച് റോഡുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് കുറയും എന്ന് പറയുന്നുണ്ട്. ഇതിലേതൊക്കെയാണ് ശാസ്ത്രീയ അടിത്തറയുള്ളത്, ശാസ്ത്രീയമായി നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് വിദഗ്ധ സംഘം ഇരുന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് അത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം. ഈ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ പറയുന്ന വെറും വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഇത് നടപ്പിലാക്കിയതിന് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമുണ്ടാകാൻ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു അഭിപ്രായം വരണം. ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് സൊല്യൂഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. കാരണം പലരും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന സൊല്യൂഷൻസ് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും അത് വേറെന്തെങ്കിലും മറ്റെന്തെങ്കിലും വിമർശനങ്ങളായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ വീഡിയോയിൽ ഇതിന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.